गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। नमो भगवते नित्य शुद्ध मुक्त महात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। नारायण यतीन्द्राय तस्मै श्री गुरवे नमः। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यः। ആമ്പല്ലൂർ ശാഖയിലെ രണ്ടാമത് നടത്തപ്പെടുന്ന ഗുരുജ്ഞാന സരണിയുടെ ഇന്നത്തെ ദിനം ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ ശ്രീ പ്രകാശൻ സർ, ശാഖയുടെ സാരഥികളായ മോഹനേട്ടൻ, ബിജീഷ്, മറ്റ് ആദരണീയരായ സഹോദരങ്ങൾ, ആമ്പല്ലൂർ ശാഖയിലെ ഗുരുവിനെ ശ്രവിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള, ഗുരുജ്ഞാന സരണിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഗുരുദേവ ഭക്തരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്നലത്തെ പോലെ ആകരുത്, ഇന്ന് ഇത്തിരി നേരത്തെ തുടങ്ങണം, എല്ലാവർക്കും നേരത്തെ വീട്ടിൽ പോകണം എന്നൊക്കെ മോഹനേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഞാൻ എറണാകുളത്ത് പോണേക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അമൃത ഹോസ്പിറ്റലിരിക്കണ അവിടെയായിരുന്നു ഉച്ചയ്ക്ക് 2:30-3 മണിക്ക് ക്ലാസ്. അപ്പോൾ അവിടെ നിന്ന് കൃത്യം 4:15 ഇറങ്ങിയെങ്കിലും വലിയ ബ്ലോക്കിൽ പെട്ടിട്ട് ഇവിടെ എത്താൻ വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അനിലക്കുട്ടി കുറേയൊക്കെ മാനേജ് ചെയ്തു. അപ്പോൾ എന്തായാലും ഏകദേശം ഇന്നലത്തെ പോലെ സമയമായി. ഇന്ന് നമുക്ക് തുടങ്ങിയപ്പോൾ ക്ഷമ ചോദിക്കുന്നു, ഓടിയെത്താൻ പറ്റിയില്ല. നിങ്ങൾ വിചാരിക്കുക, അയ്യോ തൊട്ടപ്പുറത്തുനിന്ന് സാമിനി ഇവിടെ എത്തുന്നത് ഇത്ര വൈകണേ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും നമ്മളൊരു നല്ല സംരംഭത്തിന് തുടക്കമിട്ടിട്ട് അത് മുറിവില്ലാതെ 2ാം വർഷവും നടക്കുന്നു എന്നറിയണത് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. അതിനൊക്കെ നമ്മളൊക്കെ ഒരു നിയോഗമായി എന്നറിയണത് അതിലേറെ അഭിമാനമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ആമ്പല്ലൂർ ശാഖയിലെ ഗുരുജ്ഞാന സരണി എന്ന വളരെ ചിന്തോദ്ദീപകവും വിജ്ഞാനപ്രദവുമായ ഒരു കൺവെൻഷന് തുടക്കം കുറിച്ചത്. അതിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് എല്ലാ വർഷവും നടത്താൻ പറ്റുമോ? വലിയൊരു സ്വപ്നമായിരുന്നു ഇവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഒരു സ്വപ്നമായിരുന്നു. കുറേ പേര് അതിനോട് സഹകരിക്കുന്നവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അതിന് പ്രകാരം വളരെ ഭംഗിയായിട്ടൊക്കെ അത് നടന്നു. ഈശ്വരാനുഗ്രഹം, ഗുരുകൃപ, ഗുരുവിൻ്റെ ഇച്ഛ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്തവണയും അത് ഈ ഒരു സമയത്ത് നടക്കുന്നത്. കാരണം ഗുരുദേവൻ എപ്പോഴും നല്ല കാര്യങ്ങളെ ആശീർവദിച്ചിട്ടുള്ളവനാണ്. നല്ല കാര്യങ്ങൾക്ക് യാതൊരു വിധമായ തടസ്സവും വരില്ല എന്ന് ഗുരുവിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ്റെ നാമധേയത്തിൽ എന്ത് നടത്തുമ്പോഴും നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിലും ആ സമയമാകുമ്പോൾ അത്
ചേർക്കപ്പെടും എന്നുള്ളതാണ്. അത് ഒരുമിക്കപ്പെടും, അത് നടത്തപ്പെടും. അത് ഗുരുവിൻ്റെ ഇച്ഛയാണ്. അത് ഗുരുവിൻ്റെ ഒരു മനസ്സുണ്ട് അതിൽ. ആ സമയമാകുമ്പോൾ ഗുരുവിൻ്റെ മനസ്സ് നമ്മളിൽ പ്രവർത്തിക്കും. നമുക്കതിനെ തടുക്കാൻ കഴിയില്ല. ഈ വർഷം വേണ്ട എന്ന് വിചാരിച്ചാലും ആ സമയമാകുമ്പോൾ ആരാണോ ഇത് നടത്തേണ്ടത് അവരുടെ ഉള്ളിൽ ഗുരുവിൻ്റെ മനസ്സ് വന്ന് പ്രവർത്തിച്ചിട്ട് പറയും, ഇത്തവണയും വേണമല്ലോ എന്ന് പറയും. മോഹനനോടൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ആ വർഷത്തെ വെറുതെ ഗുരുവിനെ ഓർക്കാതെ കടത്തിവിടാൻ നമുക്ക് തോന്നില്ല. അതിൻ്റെ പ്രകാരമാണ് ഈ ഗുരുജ്ഞാന സരണിയുടെ 2ാമത്തെ വർഷവും നമ്മളിങ്ങനെ ആചരിക്കുന്നത്. വ്യക്തമായ ഉദ്ദേശമുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ ഒരു സാക്ഷാത്കാരവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൺവെൻഷന് ഗുരുജ്ഞാന സരണി എന്ന പേരിട്ടത്. സരണി എന്ന് പറഞ്ഞാൽ മാർഗം എന്നർത്ഥം. ഗുരുവിൻ്റെ അറിവിലേക്കുള്ള മാർഗം. നമുക്കറിയാം, ഒരു കാര്യവും പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്നതല്ല. നിസാരമായ ഒരു കാര്യം പോലും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള വളരെ ചിരകാല പ്രയത്നം ആവശ്യമുണ്ട്. ഏത് കാര്യത്തിനും നിസാരമായ ഒരു കാര്യം, ഒരു ജീവിതശൈലിയിൽ നമ്മളൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചാൽ പോലും എത്ര കാലം പ്രയത്നിച്ചാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവുക. സ്വാഭാവികമായും ഗുരുവിനെ അറിയുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഗുരുവിനെ നേരാം വണ്ണം അറിയണം, ഗുരുവിനെ നേരായി തന്നെ ധരിക്കണം എന്ന് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. നേരെ ചൊവ്വെ ധരിക്കുക, നേരാം വണ്ണം ധരിക്കുക, നേരെ ചൊവ്വെ മനസ്സിലാക്കുക, ഗുരുവിനെ വക്രീകരിച്ച് മനസ്സിലാക്കാതെ. എന്നാൽ നമുക്കറിയാം, ഒരുപാട് ഗുരു പറഞ്ഞു എന്ന് പറയുന്ന സംഭാഷണ ശകലങ്ങൾ, ഗുരു പറഞ്ഞു എന്ന് പറയുന്ന തരത്തിലുള്ള കഥകൾ, സന്ദർഭങ്ങൾ ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. ഇതിൽ പലതും വ്യാജമാണ്, പലതും ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ച് പക്ഷങ്ങൾക്കനുസരിച്ച് സൃഷ്ടിച്ചെടുക്കുന്നതാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ കടപ്പാട്, ഇതിൻ്റെ ആധികാരികത പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റാറില്ല. നേരെ മറിച്ച് ഒരു പുസ്തകമാണ് നമ്മളെടുത്ത് വായിക്കുന്നതെങ്കിൽ ഗ്രന്ഥകാരൻ ഒരു കഥ, ഗുരു പറഞ്ഞ ഒരു സംഭവം, ഒരു സംഭാഷണം, ഒരു നർമ്മം ആ പുസ്തകത്തിൽ എഴുതുമ്പോൾ അത് ആര്, എന്ന്, എപ്പോൾ, എവിടെ പറഞ്ഞുവെന്ന് അതിൻ്റെ താഴെ രേഖപ്പെടുത്തും. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു പുസ്തക വായനയിൽ നിന്നൊക്കെ അന്യം വന്നു പോയ ഒരു ജനതയുടെ മധ്യത്തിലൂടെ നമ്മൾ വയസ്സായവരും സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്കും ഇപ്പോൾ പുസ്തക വായനകളില്ല. നമ്മളും അറിയുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൂടെ അറിയുന്ന കാര്യങ്ങൾക്ക് ഇത് കൃത്യമാണോ? എൻ്റെ അടുത്ത് പലരും ചോദിക്കും, ഇങ്ങനെ ഗുരു പറയാൻ സാധ്യതയുണ്ടോ? കാരണം അവർ വളരെ സത്യസന്ധമായി അന്വേഷിച്ചിട്ടുള്ള ഗുരുദേവൻ ഇത്തരം ഒരു വാക്ക് ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്ന് നാരായണ ഗുരുദേവനെ നേരെ ചൊവ്വെ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഗുരു എന്തായിരിക്കും ഒരു സന്ദർഭത്തിൽ പറയുക എന്നുള്ളത്. ഞാൻ എന്ന വാക്കുപോലും ഗുരു ഉപയോഗിച്ചിട്ടില്ല. ഗുരുവിൻ്റെ ഒരു സ്ഥലത്തും ഞാൻ എന്ന് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ വാട്സപ്പ് കഥകളിലൊക്കെ എടാ നീ ശരിയാവത്തില്ലടാ എന്നൊക്കെ ഊന്നി പറയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഗുരുദേവൻ ഇങ്ങനെ പറയുമോ? ഒരിക്കലുമല്ല. നമ്മുടെ സംസ്കാരം ഗുരുവിൽ ആരോപിച്ചിട്ട് നമ്മൾ എഴുതുകയാണ്, നമ്മൾ പടച്ചു വിടുകയാണ്. ഇത്തരം കൺവെൻഷനുകളുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഗുരുവിനെ അറിയിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പരമപുരുഷാർത്ഥത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിനെ അർത്ഥപൂർണമാക്കാൻ, ജീവിതത്തെ അർത്ഥപൂർണമാക്കിയ ഒരു വ്യക്തിയെ അറിയേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ സാരത്തെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു യതിവര്യനെ അടുത്ത് പരിചയപ്പെടുക എന്നുള്ളത് ഗുരുവിനെ സ്നേഹിക്കുന്നവരുടെ ഒരു ദൗത്യമാണ്, കടമയാണ്. അത് കടമ മാത്രമല്ല, അങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ അറിയുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ കുഞ്ഞു ജീവിതവും മഹത്വപൂർണമാകുന്നത് എന്നുള്ളതാണ് സത്യം. നമ്മൾ ആരുമല്ലാതിരുന്ന നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നത് ഗുരുവാണ്. നിങ്ങൾ നോക്കൂ, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത്? എൻ്റെ മറ്റൊരു
ഡെസിഗ്നേഷനും കണ്ടിട്ടല്ല, അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു വ്യക്തിത്വവും കണ്ടിട്ടല്ല. ഞാൻ ഗുരുവിനെ പറയുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതിൻ്റെ മാനദണ്ഡം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ ഗുരുവിനെ അറിയുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റം, നമ്മളിലേക്ക് വരുന്ന ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, നമുക്കുണ്ടാകുന്ന ഒരു പ്രബുദ്ധത, ഇതൊക്കെ വ്യക്തി ജീവിതത്തിൽ വളരെ വളരെ സാരമായി നമ്മൾ കാണേണ്ട സംഗതിയാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വെറുതെ എപ്പോഴെങ്കിലുമൊക്കെ ജനിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ചത്തുപോകേണ്ടുന്ന ഒരു മൃഗമല്ല. നമ്മളുടെ വിചാരം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നാണ്. പക്ഷെ സദ്ഗുരുക്കന്മാർ വന്നിട്ട് നമ്മളോട് പറയും, ഇങ്ങനെയൊക്കെ പോയാൽ പോരാട്ടോ, ഇതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട, കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ വന്നിട്ടാണ് നമ്മളെ ഒരു പടുകുഴിയിൽ നിന്ന്, സ്വാർത്ഥതയുടെ പടുകുഴിയിൽ നിന്ന്, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ലോകം അവിടെ തീരുന്നു എന്നുള്ള സങ്കുചിത തലത്തിൽ നിന്ന് വളരെ ആധ്യാത്മികമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പ്രചോദനാത്മകമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് നമ്മളെ ആചാര്യന്മാർ വന്ന് ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണമാണ് ജീവിതത്തിൽ നമ്മളെ മാറ്റിമറിക്കുന്നത്. ഗുരു എന്ന് പറയുന്ന തത്വവും അവിടെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ വളരെ അറിയാതെ തന്നെ നമ്മൾ ഗുരുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഈശ്വരാനുഗ്രഹം നേടിയവരാണ്. അതുകൊണ്ടാണ് ഗുരു എന്ന് പറയാൻ എപ്പോഴൊക്കെ നമ്മുടെ നാവ് ചലിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് നമുക്ക് ഗുരുദേവൻ എന്ന് പറയാൻ പറ്റിയത്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റാറില്ല. കാരണം അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഗുരു, ഒരു മുക്ത പുരുഷൻ, ഒരു മഹാത്മാവ്, ഒരു ആദർശ പുരുഷൻ കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഗുരു എന്ന് പറയുന്നതും ഗുരു എന്ന് ചിന്തിക്കുന്നതും വളരെ വിരളമാണ്. എന്തുകൊണ്ടോ എത്രയെത്രയോ ഭാഗ്യാതിരേകത്താൽ, കോടി ജന്മ സുഹൃതം കൊണ്ട്, കർമ്മസുഹൃതം കൊണ്ട്, പുണ്യം കൊണ്ടാണ് ഒരു പക്ഷേ ഒരു ഗുരുവിൻ്റെ നാമധേയത്തെ ഇങ്ങനെ നിരന്തരമായി ഉരുക്കഴിക്കുവാനും, ഒരു ഗുരുവിനെ നിരന്തരമായി ഓർക്കുവാനും, ആ ഗുരുവിനെ നിരന്തരമായി ഉപാസന ചെയ്യുവാനും, ആ ഗുരു പറഞ്ഞ വചനങ്ങളിലേക്ക് എത്തി നോക്കുവാനുമുള്ള താല്പര്യം മനുഷ്യനുണ്ടാകുന്നത് തന്നെ ഈശ്വരാനുഗ്രഹമാണ്. എല്ലാവർക്കും അത് ഉണ്ടാവില്ല. അവിടെയാണ് ഗുരുജ്ഞാനസരണി പോലുള്ള പ്രവർത്തനങ്ങൾ വേറിട്ട് നിൽക്കുന്നത്. ഇതാ എങ്ങനെയാണ് നമ്മൾ ഒന്നിനെ സാക്ഷാത്കരിക്കുക, എങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ സാക്ഷാത്കരിക്കുക, എങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ അനുഭവിക്കുക, എങ്ങനെയാണ് നമ്മൾ ഗുരുവിൽ ജീവിക്കുക. ഇതിനൊരു മാർഗം ആവശ്യമുണ്ട്, ഇതിനൊരു സരണി ആവശ്യമുണ്ട്, ഇതിനൊരു യാത്ര ആവശ്യമുണ്ട്. അപ്പോൾ ആ യാത്രയിൽ ആ മാർഗത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ പറയും മാർഗം ഏതായാലും കുഴപ്പമില്ല, ലക്ഷ്യം നോക്കിയാൽ മതി എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഗുരുവിൻ്റെ തത്വത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്യവും മാർഗവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ലക്ഷ്യത്തെ കാണുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്ന മാർഗവും ഋജുവായിരിക്കണം, ആർജവമുള്ളതായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അത് അറിവിലൂടെയുള്ള ഒരു യാത്രയുമായിരിക്കണം. അതുകൊണ്ടാണ് അതിന് ഗുരുജ്ഞാനം എന്ന് പേരിട്ടത്. നമ്മളെപ്പോഴും ഗുരുവിന് ഏത് വിശേഷമാണ് ഏറ്റവും നന്നായി കൊടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഗുരു അറിവാണ് എന്ന വിശേഷണമാണ്. അതിലും വലിയ ഒരു വിശേഷണം, അതിലും വലിയ ഒരു പദവി ഗുരുവിന് നമുക്ക് കൊടുക്കാനില്ല. ആരാണ് ഗുരു? ഗുരു അറിവാണ്. ഈ മൂന്നക്ഷരത്തിൽ ഒതുങ്ങുന്നതാണ് സർവ പ്രപഞ്ചവും എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ മൂന്നക്ഷരത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനാണ് ഔപനിഷദ കാലം മുതൽ ഋഷിമാർ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വേദത്തിൽ പോലും തമസോമ ജ്യോതിർഗമയ എന്ന് പറയാൻ പഠിപ്പിച്ചത്. അല്ലയോ പരമാത്മാവേ, എന്നെ തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് നയിക്കണമേ എന്ന്, എന്നെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ നിന്ന് വെളിച്ചം, അറിവിൻ്റേതായിരിക്കുന്ന ആ വിജ്ഞാന സൂര്യനിലേക്ക് നീ എന്നെ നയിച്ചാലും എന്ന് പഠിപ്പിച്ചത്
ഔപനിഷദമായിരിക്കുന്ന മാർഗത്തിലുള്ളതാണ്. ഉപനിഷത്ത് ഋഷി പറഞ്ഞതാണ്. ആ ഔപനിഷദമായിരിക്കുന്ന മാർഗത്തെ അതേപോലെ തന്നെ പിന്തുടരുകയും എന്നാൽ സാമൂഹ്യ ജീവിതത്തിൽ ചില തിരുത്തലുകളും ചില മൂല്യങ്ങളെ പരിഷ്കരിക്കുകയും ചെയ്യുകയുമാണ് ഗുരുദേവൻ ചെയ്തത്. സനാതനമായിരിക്കുന്ന ആ സത്യത്തെ, എന്നും ഒരു കേടും സംഭവിക്കാത്ത ആ പരബ്രഹ്മസ്വരൂപത്തെ അതുപോലെ കാത്തു സൂക്ഷിക്കുകയും, നാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പാടുന്നത് ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം എന്നാണ്. അരുമ എന്നാണ് വിളിച്ചത്. ആരാണ് അരുമ? ഏറ്റവും പെറ്റാവുമ്പോഴാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. ഏറ്റവും ഇഷ്ടം വരുമ്പോൾ, ഏറ്റവും ഓമനത്തം വരുമ്പോഴാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ അരുമയാർന്ന മകനെ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അരുമയായ മകളെ എന്ന് വിളിക്കുക. ഗുരുദേവൻ ആത്മാവിനെ വിളിക്കാൻ പഠിപ്പിച്ചതും അരുമ. ഈ അരുമയെ ആരറിയുന്നു അഹോ വിചിത്രം. ഇത്രയും പെറ്റായിട്ട് കൊണ്ട് നടക്കേണ്ട, ഇത്രയും താലോലിച്ചു കൊണ്ട് നടക്കേണ്ടുന്ന ഈ രത്നത്തെ, ഈ മൂല്യത്തെ ആരും ഇവിടെ അറിയണില്ലല്ലോ, ആരും ഇവിടെ അന്വേഷിക്കുന്നില്ലല്ലോ, ആരും ഇവിടെ മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പം സത്യത്തെ അറിയുക എന്നുള്ളത് ഒരു സാധാരണ ഗുരുഭക്തൻ്റെ ആവശ്യമായിട്ട് വരണം. ഗുരുവിനെ അറിയുക, ഗുരുമാർഗത്തിലൂടെ ചരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ആവശ്യകതയാണ്, എൻ്റെ അനിവാര്യതയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ധർമ്മമാണ് എന്നറിയണം. ഇത് ആചരിക്കാനുള്ളതാണ്, ധർമ്മം ആചരിക്കാനുള്ളതാണ്, ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഏതേത് കാര്യങ്ങൾ പറയുമ്പോഴും അവിടെയൊക്കെ ധർമ്മം എന്ന വാക്ക് വീണ്ടും 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 ഗുരു ഉപയോഗിച്ചത്. ആ ധർമ്മസങ്കല്പത്തിന്, ആ ധർമ്മ വ്യവസ്ഥയ്ക്ക് നിരവധിയായിരിക്കുന്ന ചരിത്രത്താളുകളിലൂടെ അതിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അത് പലവട്ടം, പല വഴിയിൽ, പല തവണ മലീമസമായി പോയിട്ടുണ്ട്. ആ മലീമസമായിരിക്കുന്ന ധാർമ്മികമാണ് എന്ന് നമ്മൾ പറയുകയും ധാർമ്മികമല്ലാതിരിക്കുകയും ചെയ്ത ചില സമ്പ്രദായത്തെ മൂല്യനവീകരണം നടത്തിക്കൊണ്ട് പുനഃപരിഷ്കരിക്കുകയാണ് ഗുരു ചെയ്തത്. എന്ന് വെച്ചാൽ കേടായ ഭാഗമൊക്കെ നീക്കിക്കളഞ്ഞിട്ട് നല്ല ഭാഗത്തെയൊക്കെ നിലനിർത്തിയിട്ട് കുറെ കൂടി അതിലേക്ക് ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത്, അല്ലെങ്കിൽ ത്യജിക്കാനുണ്ടെങ്കിൽ ത്യജിച്ചൊക്കെ കടന്നു പോകുന്ന ഒരു അവസ്ഥ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശ്രീനാരായണ ധർമ്മത്തിൽ, ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും വായിക്കേണ്ട, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഉണ്ടാകേണ്ട ഒരു പുസ്തകമാണ്. ഇതാണ് ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകം. അധികം വിലയൊന്നുമില്ല. ഈ പുസ്തകം ശിവഗിരിയിൽ ചെന്നാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങി വീട്ടിൽ വെക്കണം. വീട്ടിൽ വെച്ചാൽ പോരാ, വായിക്കണം. ഇതിൽ ഗുരുദേവൻ ധർമ്മത്തിലൂടെ ചരിക്കണം, ധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യമുണ്ട്, എന്താ ഈ ധർമ്മം? അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഗുരു പറഞ്ഞു തരുന്ന ഒരു സാമാന്യ ധർമ്മ നിരൂപണമുണ്ട് അല്ലേ? സത്യം പറയാനും ധർമ്മം ആചരിക്കാനുള്ളതാണ്. അങ്ങനെയാണ് ഋഷി പഠിപ്പിച്ചാണ്. സത്യം വദ, ധർമ്മം ചര. സത്യം എന്തിനുള്ളതാ? സത്യം പറയാനുള്ളതാ. ധർമ്മം എന്തിനുള്ളതാ? ധർമ്മം പറയാനുള്ളതല്ല. ഇപ്പം ഈ വേദിയിൽ ധർമ്മം നിങ്ങളോട് പറഞ്ഞാലും എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല, ഇത് ചെയ്യാനുള്ളതാ. അപ്പം ധർമ്മത്തെ നമ്മൾ എന്ത് ചെയ്യണം? ധർമ്മത്തെ ആചരിക്കണം. എന്താണ് ഗുരു ധർമ്മം എന്ന് ചോദിക്കുമ്പോൾ ഗുരു ഒരു സാമാന്യ ധർമ്മത്തെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കാവുന്ന ചില മൂല്യങ്ങളാണ് ഗുരു പറയുന്ന സാമാന്യ ധർമ്മം. നമ്മൾ കോമൺ സെൻസ് എന്നൊക്കെ പറയില്ല, ഒരു സാമാന്യ ബുദ്ധി. അതുപോലെ നീ വലിയ വലിയ ധർമ്മമൊന്നും ചെയ്യണ്ടടോ, നിന്റെ ജീവിതത്തിൽ നീ വലിയക്കാട്ട് എടുത്താൽ പൊന്താത്ത ധർമ്മത്തിലേക്കൊന്നും പോണ്ട. വളരെ സാധാരണമായ, വളരെ സാമാന്യമായിരിക്കുന്ന ചില ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മം എന്താണ് എന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് 5 കാര്യങ്ങൾ ഗുരു പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മൂല്യനവീകരണത്തിൽ ഗുരു വരുത്തിയ മാറ്റം, ചില മാറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ്. അത് ഈ 5 ധർമ്മങ്ങൾ ഗുരുവായിട്ട് ആദ്യം അവതരിപ്പിച്ചതല്ല. ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്ന സാമാന്യധർമ്മം ബുദ്ധൻ്റെ തത്വസംഹിതയിൽ നമുക്ക് കാണാൻ കഴിയും. യോഗദർശനകാരനായിരിക്കുന്ന പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിലും ഈ യമനിയമങ്ങളെക്കുറിച്ച് പറയുന്നിടത്തും ഈ 5 ധർമ്മങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിൽ അഹിംസ പരമോ ധർമ്മ എന്നുള്ളത് മഹാഭാരതം ആദ്യന്തം വായിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന മൂല്യബോധമാണ്.
അപ്പോൾ ഈ പറഞ്ഞു വെച്ച തത്വസംഹിതകളെ ഗുരു പറയുമ്പോഴും ഗുരു അവിടെ ഒരു കുഞ്ഞു ഭേദഗതി, പക്ഷെ ആ കുഞ്ഞു ഭേദഗതിയിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സാമാന്യധർമ്മത്തെ ഗുരു പറയുമ്പോൾ അഹിംസ ആണ് ഒന്നാമത്തെ ധർമ്മം. സാമാന്യധർമ്മം നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, കുറച്ച് കാര്യം ചെയ്താൽ മതി, അതിലൊന്ന് അഹിംസയാണ് കേട്ടോ. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? ഹിംസിക്കാതിരിക്കുക. ഇല്ല, ഞാൻ ആരെയും ഇതുവരെ തല്ലിയിട്ടില്ല. തല്ലല് മാത്രമല്ല ഹിംസ. ഒരാളെ രൂക്ഷമായിട്ടൊന്ന് നോക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹിംസയാണ്. കാരണം നമ്മളുടെ രൂക്ഷമായ നോട്ടം ചാട്ടുളി പോലെയാണ്, അത് ഏൽക്കുന്നവന് കൊള്ളുക. അവൻ്റെ ഹൃദയം മുറിഞ്ഞു പോകാൻ ആ നോട്ടം ധാരാളമാണ്. അപ്പോൾ നമ്മൾ പറയണം, അവനെ ഞാൻ ഒന്നും ചെയ്തില്ല അല്ലേ, എന്നിട്ടും വെറുതെ എന്തിനാണ് പരാതി പറയുന്നത്, വെറുതെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അല്ലേ? അവഗണന ഒരു ഹിംസയല്ലേ? നമ്മൾ ആരും അറിയില്ല, നമ്മുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും നമ്മളെ നൈസായിട്ട് ഒതുക്കി മാറ്റും ചില ആളുകൾ അല്ലേ, നൈസായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തും. നമുക്ക് മാത്രമേ അറിയുള്ളൂ എന്നെ അവഗണിച്ചു, എന്നെ അവോയ്ഡ് ചെയ്തു എന്ന്. ഹിംസയാണത്, നമ്മളറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിംസ എന്ന് പറഞ്ഞാൽ വടിയെടുത്തടിക്കുന്നതും മുഖത്തടിക്കുന്നതും പുറത്തടിക്കുന്നതുമാണ്. പക്ഷെ നമ്മളുടെ നിത്യജീവിതത്തെ നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ നിരവധിയായിരിക്കുന്ന ഹിംസകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഗുരു അതിലേക്ക് നോക്കിയിട്ടാണ് ഗുരു പറഞ്ഞത് ഹിംസിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പരിഗണിക്കാൻ പഠിക്കണം. തല്ലരുത്, കുത്തരുത്, നോക്കരുത് എന്നുള്ളത് അർത്ഥം നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങൾ വിചാരിക്കാത്ത അർത്ഥത്തിലേക്ക് അർത്ഥത്തെ കൊണ്ടുപോവുകയാണ്. പരിഗണിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അയാൾ പരിഗണിക്കപ്പെടാനാണ്. ഒരു വ്യക്തി ആരും തന്നെ അവരൊരുപാട് ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാറില്ല. ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്നെ ആരാധിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിക്കണം കേട്ടോ എന്നൊന്നും പറയാറില്ല. പക്ഷെ ഒരു മിനിമം പരിഗണന എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ പരിഗണന കിട്ടാതെ വരുമ്പോൾ ആ വ്യക്തി വേദനിക്കാറുണ്ട്. ഞാൻ എന്തിനാ ഇത് പറയണേന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഇങ്ങനെ കൂട്ടായ്മയിൽ ജീവിച്ചു പോകുമ്പോൾ നമ്മളെ തന്നെ ഒരു വിശകലനത്തിന് വിധേയമാക്കാനാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും അവഗണിക്കുന്നുണ്ടോ? ആ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹിംസയാണ്. അപ്പം അങ്ങനെ അവഗണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു അഹിംസയാണ്. പരിഗണന എന്ന് പറയുന്നത് അഹിംസയാണ്. അപ്പോൾ ഗുരു അഹിംസയെക്കുറിച്ച് പറയുന്നു, അഹിംസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. അഹിംസയെക്കുറിച്ച് തന്നെ ഗുരുദേവ കൃതികളിൽ ഒരു കൃതി എഴുതുന്നു. ഗുരുവിൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഗുരുവിൻ്റെ ആജീവനാന്തം നമ്മൾ കാണുന്ന ഒരു കാര്യം ഗുരുവിൽ കാണുന്ന അഹിംസയാണ്. ഗുരുവിനോളം അഹിംസാലുവായ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഗുരുവിന് അനുകമ്പാദശകം എഴുതാൻ പറ്റിയത്. അനുകമ്പയുടെ മധുരിമ അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അനുകമ്പാദശകം പോലുള്ളൊരു കൃതി എഴുതാൻ പറ്റുക? അപ്പം ആ മാധുര്യം ഗുരു അനുകമ്പയായിട്ട്, ഈ അനുകമ്പ ആണ്ടവൻ എന്ന് ചോദിക്കുമ്പോൾ അനുകമ്പ ആണ്ടിരിക്കുന്ന രൂപമാണ്. ആണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അനുകമ്പ ഒരു ശരീരം സ്വീകരിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ഗുരുദേവനെ പോലെ ഇരിക്കും. ഗുരു മറ്റു ഗുരുക്കന്മാരെ അവിടെ പരിചയപ്പെടുത്തുമ്പോഴും അതിലൂടെ വായിച്ചു പോകുന്ന നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതെല്ലാം എൻ്റെ ഗുരുവിലുണ്ടല്ലോ എന്ന്. പരമാർത്ഥമുറച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോയി അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ഭാരതീയ ജ്ഞാന പരമ്പരയിലെ സകല ആചാര്യന്മാരെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ യാതൊരു വിധമായ അസഹിഷ്ണുതയുമില്ലാതെ മറ്റു മതങ്ങളിലെ ആചാര്യന്മാരെ മുത്തുനബി എന്നും പരമേശ പവിത്രപുത്രൻ എന്നും വിളിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കണം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അനുകമ്പ എത്ര കണ്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. ഒന്നിനെയും മാറ്റി നിർത്താത്ത, എല്ലാറ്റിനെയും സർവസമാശ്ലേഷിയായിരിക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ ഉറവിടമായിരുന്നു ഗുരു.
ഒരു കരുണാകര മൂർത്തിയായിരുന്നു, ഒരു കാരുണ്യക്കടലായിരുന്നു. ഗുരു ഈശ്വരനെ സംബോധന ചെയ്ത സകല വിശേഷണങ്ങളും ഗുരുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പരമാർത്ഥമുരച്ചു തേർവിടുന്ന പൊരുളായിട്ട് കൃഷ്ണനെ പറയുമ്പോഴും നമ്മുടെ ഈ അടുത്ത കാലത്ത് ഈ കേരളക്കരയിൽ ജീവിച്ചിരുന്ന ഗുരുദേവൻ സകലവിധമായിരിക്കുന്ന സാമൂഹ്യമായിരിക്കുന്ന പ്രക്ഷുബ്ധതകളിൽ ഏർപ്പെടുമ്പോഴും പരമാർത്ഥം ഉരയ്ക്കാൻ മറന്നുപോയിട്ടില്ല.